ഹായ് ഫ്രണ്ട്സ്, ജെനീസ് ബ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് തയ്യാറാക്കുന്നത് ഡയമണ്ട് കട്ട്സ് ആണ്. നമ്മുടെ 6-ാം നമ്പർ എന്നൊക്കെ പറയുന്നതിനോട്ട് നമുക്ക് 4 മണിക്ക് കോഫിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ഈവനിങ് സ്നാക്കാണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. മധുരമുള്ള ഡയമണ്ട് കട്ടാണ് ഞാൻ തയ്യാറാക്കുന്നത്. അതേപോലെ നമുക്ക് സ്പൈസി ആയിട്ടുള്ള മുളക് പൊടി ചേർത്തതും തയ്യാറാക്കാം. ഞാനിപ്പം മധുരം ചേർത്തിട്ടുള്ള ഡയമണ്ട് കട്ടാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നോക്കാം അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്. അപ്പോൾ എപ്പോഴും പറയുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ വരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ ഫ്യൂച്ചറിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ എനിക്ക് ലഭിക്കും. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഇതിനുവേണ്ടി ഞാനിവിടെ ഒരു 240 ml കപ്പിൽ 2 കപ്പ് മൈദപ്പൊടിയാണ് ചേർക്കുന്നത്. മൈദപ്പൊടി ഞാൻ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. അതൊരു 1/2 ടീസ്പൂണിൽ താഴെ ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി 1 ടീസ്പൂൺ എള്ളാണ് ചേർക്കുന്നത്. അതിനുശേഷം ഉപ്പും എള്ളും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ ചപ്പാത്തിയും പൂരിയൊക്കെ തയ്യാറാക്കുന്ന രീതിയിൽ ഒന്ന് സോഫ്റ്റായിട്ട് കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. ഇപ്പം മാവ് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് കുറച്ചൊരു 10-20 മിനിറ്റ് നേരം ഒന്ന് വെക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ഉണങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടി ഒരു ലേശം ഓയിലൂടെ ഞാൻ ഒന്ന് സ്പ്രെഡ് ചെയ്ത് നന്നായിട്ടൊന്ന് തൂത്ത് ഒരു 20 മിനിറ്റ് നേരം ഇതിലേക്ക് ഈ ബൗളിൽ തന്നെ നമുക്ക് വെക്കാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പം ഓയിൽ ചേർത്തിട്ടുണ്ട്. നന്നായിട്ടൊന്നുകൂടെ ഒന്ന് സോഫ്റ്റായിട്ടൊന്ന് കുഴച്ച് ഒരു 20 മിനിറ്റ് നേരം ഇതിവിടെ ഇങ്ങനെ തന്നെ നമുക്ക് വെക്കാം. ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം ഒരു 15 മിനിറ്റ് തൊട്ട് ഒരു 20 മിനിറ്റ് വരെ വെക്കാം. ഇനിയും ഇതൊരു 3 ബോളാക്കി മാറ്റിയതിന് ശേഷമാണ് ഞാനിതൊന്ന് പരത്തിയെടുക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു ബോൾ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനിയും ചപ്പാത്തിയൊക്കെ പരത്തിയെടുക്കുന്നതിൻ്റെ തൊട്ട് നമുക്ക് കുറച്ച് പൊടിയൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഞാൻ ഈ കൗണ്ടർ ടോപ്പിൽ തന്നെ ഇട്ടാണ് ഒന്ന് പരത്തിയെടുക്കുന്നത്. അതൊന്ന് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. അപ്പം ആദ്യമേ മൈദയുടെ കുറച്ച് പൊടി ഞാൻ തൂക്കി കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നന്നായിട്ട് ഇത് പരത്തിയെടുക്കാം. നന്നായി പരത്തിയെടുത്തതിന് ശേഷം ഇത് ഓരോന്നായിട്ട് നമുക്ക് എത്രയാണോ വലിപ്പം വേണ്ടത് അതിനനുസരിച്ചൊന്ന് ആദ്യമേ ഒന്ന് നീളത്തിലൊന്ന് വരഞ്ഞു കൊടുക്കുക. അതിന് ശേഷം ഏങ്കോണിച്ച് ഒന്ന് ചരിച്ച് നമുക്കൊന്ന് അതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക. ഡയമണ്ട് കട്ടെന്ന് പറയുന്നതുകൊണ്ടാണ് അങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത്. പിന്നെ ഏതെങ്കിലും ആണെങ്കിൽ ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ ഇതെല്ലാം കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് പിന്നെ ഞാൻ ഒന്നത്തെ തൊടാതെ മാറ്റി വെച്ചു. ചിലപ്പം ഒന്നിച്ചൊക്കെ വെക്കുന്ന കാരണം ചിലപ്പോൾ ഒട്ടിപ്പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഓരോന്നായിട്ടാണ് വെച്ചിരിക്കുന്നത്. അതേപോലെ നമുക്ക് എണ്ണയിലിട്ട് കൊടുക്കാനും എളുപ്പമുണ്ട്. അതിനുശേഷം ചീനിച്ചട്ടി വെച്ച് ചൂടായി കഴിയുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കാൻ ഞാനിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമ്മൾ ഈ വെച്ചിരിക്കുന്നത് തന്നെ ഓരോന്നായിട്ട് തന്നെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ പിന്നെ അത് ഒട്ടിപ്പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്, മൂക്കാനും താമസമുണ്ട്. പിന്നെ ഇത് ഒട്ടിപ്പിടിച്ച് പോയി കഴിഞ്ഞാൽ ഒരു ഇതുണ്ടായിരിക്കില്ലല്ലോ. ഇതിങ്ങനെ നമ്മൾ ഓരോന്നായിട്ട് തന്നെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഇത് ഇട്ട് കൊടുക്കും. നല്ല ചൂടായ എണ്ണയായ കാരണം ഇത് പെട്ടെന്ന് തന്നെ പൊള്ളി വരും. നന്നായിട്ടൊരു കുമ്പള പോലൊക്കെ ഇതിന് മുകളിൽ വരും. അപ്പോൾ അതിന് ശേഷം ഇത് ഇളക്കിയിട്ട് കൊടുക്കാം. ഇളക്കി 2 സൈഡും നല്ല ക്രിസ്പി ആയിട്ട് മൂത്തതിന് ശേഷം മാത്രമേ ഇത് നമ്മൾ കോരിയെടുക്കാവൂ. അല്ലെങ്കിൽ നമ്മൾ പഞ്ചസാര പാനിയിൽ ഇതിൽ മധുരം ചേർക്കാൻ വേണ്ടി ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഇതങ്ങ് ഈ ക്രിസ്പിനെസ് കിട്ടാതെ പോവും. പിന്നെ നമുക്ക് ചവയ്ക്കുന്നതൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഇതിപ്പം മൂത്തതിന് ശേഷം തന്നെ നമുക്ക് കോരിയെടുക്കാം. ഒരു ഗോൾഡൻ കളറ് ആവുന്നിടം വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പം അതിനുശേഷം ആദ്യം ഇട്ട് തന്നെ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അതിപ്പോൾ നമ്മൾ ഓരോന്നായിട്ട് തന്നെ ഇട്ട് കൊടുത്തോണ്ട് ഒന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല. എല്ലാം അതേപോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ എത്രയാണോ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത് അതേപടി മൊത്തം നമുക്ക് ഇട്ട് ഫ്രൈ ചെയ്ത് ആദ്യമേ മാറ്റിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ ബാക്കിയോടെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഞാൻ എല്ലാം മൊത്തം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് മധുരത്തിന് വേണ്ടി ഒരു പഞ്ചസാര ലായനി നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടി ഞാൻ 1/2 കപ്പ് പഞ്ചസാര ഇപ്പോൾ ഒരു പാലിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 കപ്പ് വെള്ളം കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
ഇനി ഈ പഞ്ചസാര നന്നായിട്ട് അലുത്ത് വരുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് ഇത് അലുത്ത് കഴിയുന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഡയമണ്ട് കട്ട്സുകൾ നമുക്ക് ഇന്ന് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് ഈ പഞ്ചസാര പാനിയിൽ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് ഇതിങ്ങനെ വഴുക് പോലെ നമുക്ക് തോന്നും. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ? ഇതൊന്ന് കോരി എടുത്തതിന് ശേഷം ഒത്തിരി പാനി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇതിനകത്തിൽ കോരിയെടുക്കാം. പിന്നെ ഇതിൽ തന്നെ മിക്സായി പോകാനുള്ള പാനി ഉണ്ടെന്നുണ്ടെങ്കിൽ ലേശം പൊടിച്ച പഞ്ചസാരയോട് നമുക്ക് ഇതിനകത്ത് ഒന്ന് തൂകിയിട്ട് നമുക്ക് എടുക്കാം. ഞാനിത് ഈ പഞ്ചസാര പാനിയിൽ നിന്നൊന്ന് കോരി എടുത്തതിന് ശേഷമാണ് ഞാൻ പഞ്ചസാര പൊടിച്ചതൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ പാനിയെല്ലാം നന്നായിട്ട് അങ്ങ് ഒബ്സർവ് ആയിപ്പോവും, നല്ലതായിട്ട് തന്നെ ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും. പഞ്ചസാര പൊടിച്ചതിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്യുന്നത് മിസ്സായി പോയിട്ടുണ്ട്. അങ്ങനെ തന്നെ ചെയ്യുക. അല്ലെങ്കിൽ കുറച്ച് ഒന്ന് പഞ്ചസാര പാനി തന്നെ കിടക്കുമ്പോൾ അതൊന്ന് ഊട്ടിപ്പിടിക്കാനെ കൊണ്ട് ചാൻസ് ഉണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡയമണ്ട് കട്ട്സ് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി കാണും വരെ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.